ഹായ് ഫാൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി F02s മോഡലാണ്. അപ്പം ഇതാണ് അതിൻ്റെ ബോക്സ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു വൈറ്റ് ബോക്സ്. അതിൻ്റെ പൊക്കത്ത് തന്നെ ഫോണിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ പുറകിലായിട്ട് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സിൽ ഇതിൻ്റെ പ്രൈസ് എഴുതിയിരിക്കുന്നത് 10,499 ആണ്. പക്ഷേ ഇത് ഓൺലൈനിൽ 9,000 അവൈലബിൾ ആണ്. എന്താണെന്നറിയില്ല, എല്ലാ ഫോണുകളിലും ഒരു 2,000 രൂപയെങ്കിലും കൂട്ടിയായിരിക്കും MRP കൊടുത്തിരിക്കുന്നത്. 2,000, 1,500 രൂപ. ഓക്കെ, ബോക്സ് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പൊക്കത്തായിട്ട് ഒരു മിനി ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനി ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തായിട്ട് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗിഫ്റ്റ് ആയിട്ട്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് തന്നെ ഫോണുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ടൈപ്പ് ഡേറ്റ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ സ്പേസ് റേഞ്ചിലൊക്കെ നമുക്ക് മൈക്രോ USB ഡേറ്റ കേബിളാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ ടൈപ്പ് സി ഡേറ്റ കേബിളാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. സാംസങ്ങിൻ്റെ ഡേറ്റ കേബിൾ കാരണം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്, പക്ഷേ നോർമൽ ചാർജ് ആണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ വേറെ ചാർജർ വാങ്ങി യൂസ് ചെയ്യേണ്ടി വരും. നോർമൽ ചാർജറാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത്. കവർ എന്തായാലും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടില്ല. കവറൊക്കെ കൊടുത്തിരുന്നത് കുറച്ചുകൂടെ നന്നായിരുന്നു തന്നെ. നമുക്കിനി ഫോണിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കട്ടും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വിസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ വലിയ കാര്യമില്ല. താഴത്തായിട്ട് ആണ് സാംസങ്ങിൻ്റെ യൂഷ്വൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എനിക്കിതിൻ്റെ ക്വാളിറ്റി അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്ക് കവറിൻ്റെ സാധാ നോർമൽ ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ 13 MB പ്രൈമറി ക്യാമറ, 2 MB അഡീഷണൽ ക്യാമറ വന്നത് ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 5 MB ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് നോർമൽ ക്യാമറ ആയിട്ടാണ് തോന്നിയത്. വലിയ സാംസങ്ങിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് നോർമൽ ക്യാമറയുടെ ഒരു ഫീലേ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ബൂട്ട് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡിസ്പ്ലേ പറഞ്ഞിരിക്കുന്നത് 6.5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. HD+ TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സാധാരണ സാംസങ് ഫോണുകൾക്ക് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, പക്ഷേ ഈ ഫോണിൽ അത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് ഇത്രയും കുറവായതുകൊണ്ടായിരിക്കാം അവർ കൊടുക്കാത്തത്. എങ്കിലും ഡിസ്പ്ലേ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പൊതുവേ സാംസങ്ങിൻ്റെ ഫോണുകളുടെയൊക്കെ ഡിസ്പ്ലേ വളരെ ഹൈ ക്വാളിറ്റിയിലാണ് നിൽക്കാറ്, ഹൈ സ്റ്റാൻഡേർഡ്സിലാണ് അവർ കീപ്പ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും വളരെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ബൂട്ട് ചെയ്തെന്ന് കഴിഞ്ഞിട്ട് നല്ല ഫുൾ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് സാധാ നോർമൽ സാംസങ് ഫോണിലുള്ള പോലെയാണ് വന്നിരിക്കുന്നത്. സാംസങ് One UI ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വന്നിരിക്കുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. കളർ ടോണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ TFT ഡിസ്പ്ലേ ആയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതുണ്ട്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. വെയിലത്തൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ കയ്യിലുള്ളിൽ ഹോൾഡായി നിൽക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ച് വരുന്ന ബാക്കി എല്ലാ ഫോണുകളിലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ തോന്നി. ബാക്കി എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഞാൻ നിങ്ങളൊന്ന് ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് കാണിക്കാം. ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഡിസ്പ്ലേ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. ഇതിൻ്റെ സ്ട്രിപ്പ് ലൈൻസും നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ല. ഡയമണ്ട് കട്ടൊക്കെ ഉണ്ട് ബാക്കിൽ, പെട്ടെന്ന് വിസിബിൾ അല്ല. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. സാധാ സിം ട്രേയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു മെമ്മറി കാർഡും 2 സിം കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. ഇപ്പോൾ താഴത്തായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഹെഡ്ഫോൺ ജാക്ക് വന്നിരിക്കുന്നത്. 3.5mm നോർമൽ ഹെഡ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം ബട്ടണും അതുപോലെ പവർ ബട്ടണും വന്നിരിക്കുന്നത്. പൊക്കത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണ്.
ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത വേരിയൻറ്റ് 9000-ൻ്റെയാണ്. 3GB 32GB വേരിയൻ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് 32GB ആകെ 20GB ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ളൂ. 12GB ഇതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ എനിക്ക് ഒരു 64GB എങ്കിലും അവൈലബിൾ ആണ്. കാരണം ഇതിൻ്റെ പ്രൈസ് 9000 ഉള്ള കാരണം 9000-ൽ മിക്ക ഫോണുകളിൽ ഇപ്പോൾ 64GB വരാറുണ്ട്. ഇതിൻ്റെ മെമ്മറി 1TB വരെ എക്സ്പാൻഡബിൾ ആണ്. അതുപോലെ Android 10 ആണ് ഇതിൻ്റെ അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. Android 11 അപ്ഡേറ്റ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 450 പ്രോസസ്സറാണ്. അത് ഒരു നോർമൽ പ്രോസസ്സറാണ്. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഈ ഫോൺ ഞാൻ പ്രിഫർ ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒരു നോർമൽ യൂസറിന് വേണ്ടിയുള്ളൊരു ഫോണാണ്. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ്, യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള നോർമൽ യൂസർ, ചെറിയ രീതിയിലുള്ള മൾട്ടി ടാസ്കിങ് മാത്രം ചെയ്യുന്ന ഒരു യൂസറൊക്കെ ആണെങ്കിൽ പ്രിഫർ ചെയ്യാവുള്ളൂ. ഒരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് യൂസറിന് തീരെ പറ്റിയ ഫോണായിട്ട് എനിക്കിത് തോന്നിയില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു ദിവസം നമുക്ക് സ്മൂത്തായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി പറയാനായിട്ട്. പിന്നെ ഒരു മെയിൻ കാര്യം നിങ്ങളോട് പറയാം, ഈ ഫോൺ വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളത്. അത് നിങ്ങൾ സാംസങ്ങിൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാംസങ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ തീർച്ചയായിട്ടും മാറാം. സാംസങ്ങിൻ്റെ ബ്രാൻഡ് വാല്യൂവിൽ പറ്റിയ ഫോണാണ്. പക്ഷേ എനിക്കിതങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതേ പ്രൈസ് റേഞ്ച് 9000 പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള കമ്പനികളുടെ മോഡൽസിലൊക്കെ കുറച്ചുകൂടെ അധികം സ്പെസിഫിക്കേഷൻ, കുറച്ചധികം കാര്യങ്ങൾ. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിലില്ല. ബാക്കി മോഡലിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെമ്മറി 64 വേരിയൻറ്റ് 9000 ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഫോൺ വാങ്ങണോ വേണ്ടിയോ. നിങ്ങളൊരു സാംസങ്ങിൻ്റെ ബ്രാൻഡ് വാല്യൂ വിശ്വസിക്കുന്ന ഒരു യൂസറാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാം. കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാംസങ് ഫോൺസുകളൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഫോണല്ല, നിങ്ങൾക്ക് ഫോണിൽ എന്തെങ്കിലും ഡ്രോബാക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.